മെയ് 4 ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ പൂർണ്ണമായും സത്യസന്ധത എന്ന തലക്കെട്ടോടു കൂടിയാണ്. 5-ാമത്തെ പടിയെക്കുറിച്ചാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു, എങ്ങനെയായിരുന്നു എന്നുള്ള ബോധ്യമുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ഇനി മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ജീവിതത്തിലെ പരാതികളും പരിഭവങ്ങളും നിരവധിയായിട്ട് ആളുകളെ കുറിച്ച് പറയുകയും അവിടങ്ങളിലൊക്കെ നമ്മളിലൊരു കുഴപ്പമുണ്ട് എന്ന് തിരിച്ചറിയുകയും ചെയ്യണം. അതില്ലാതിരിക്കുന്നിടത്തോളം കാലം ഈ ലോകവും ഈ ലോകത്തിലെ ആളുകളും തെറ്റു ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. അവിടെയാണ് നമുക്ക് നമ്മളോട് തന്നെ അനുകമ്പ ഉണ്ടായിരുന്നില്ല എന്ന തിരിച്ചറിവ്. അതുകൊണ്ടാണ് നമ്മളോട് ദ്രോഹിക്കുന്നതും, നമ്മൾ നുണകളെ കൊണ്ട് കൊട്ടാരം കെട്ടുന്നതും, നിരന്തരമായിട്ട് നുണകൾ പറയാൻ തുടങ്ങുകയും ആ നുണകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയും ചെയ്യാണ്. പിന്നീട് നുണയല്ലാതെ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അത്തരത്തിൽ പെരുമാറ്റ ദൂഷ്യങ്ങളൊക്കെ നമുക്ക് വരും. അവിടെയാണ് നമ്മൾ ആളുകളോട് സത്യസന്ധത പുലർത്താത്തതിൻ്റെ കാരണം ആദ്യമായിട്ട് തിരിച്ചറിയുന്നു. സത്യസന്ധത പുലർത്താനായിട്ട് എനിക്ക് കഴിവില്ല എന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ സത്യസന്ധനാവാനുള്ള ആഗ്രഹം എനിക്കുണ്ടാകുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയണം. ഈ ലോകത്ത് എനിക്ക് ജീവിച്ചിരിക്കണം, അതിന് പൂർണ്ണമായിട്ടും സത്യസന്ധനാകണം. അപ്പം അതിന് സത്യസന്ധനാവുന്നതിൻ്റെ വലിയൊരു കാര്യമാണ് 4-ാമത്തെ പടിയിലൂടെ 4-ാമതൊരു കോളം കണ്ടെത്തുക എന്ന്. എവിടെയാണ് ഞാനൊരു തെറ്റുകാരനായത്? മറ്റുള്ളവരെയും സാഹചര്യങ്ങളെയൊക്കെ പഴിക്കുന്ന ഭാഗത്ത് നിന്ന് മാറിക്കൊണ്ട് എൻ്റെ തെറ്റ് എന്താണ് എന്ന് നോക്കുന്ന ഒരു പുതിയ രീതി കടന്നു വന്നു. ഇനി അതുകൊണ്ട് മാത്രം കാര്യമില്ല. അവിടെ വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് ഇത് പറയുന്നത് നല്ലതാണെന്ന് മനസ്സിലായി. നമുക്ക് ചില ബോധ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചിലപ്പോൾ പണ്ടുണ്ടായ കുറേ പ്രശ്നങ്ങളുണ്ട്. അത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് നേട്ടമില്ല എന്ന് മാത്രമല്ല, ഇന്നത്തെ ദിവസം നമ്മളെ ജീവിക്കുന്നതിന് തടയുന്നുണ്ട്. അപ്പോൾ അത് ആരോട് പറയണം, എന്ത് പറയണം എന്നുള്ളതൊക്കെ വിവേകത്തോടു കൂടി തീരുമാനിക്കാം. പക്ഷെ അത് പറയേണ്ടതുണ്ട്. എന്തിനാ പറയണം? വെറുതെ ഒരു ഒരുപാട് പോലെ പറഞ്ഞങ്ങ് ഒഴിവായി അതിനുശേഷം എൻ്റെ ഒരു 5-ാമത്തെ പടി കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കാനായിട്ടാണ്? ഒന്നുമല്ല. ദീർഘകാലം ജീവിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ ആളുകളുമായിട്ടും സാഹചര്യങ്ങളുമായിട്ടും പൊരുത്തപ്പെട്ട് ജീവിക്കാനായിട്ട് സാധിക്കണം. അതിൽ നിന്ന് എന്നെ തടയുന്ന കാര്യങ്ങളെയാണ് ഒഴിവാക്കുന്നത്. അപ്പോൾ കേവലം ഒരു അനുഷ്ഠാനം എന്ന രീതിയിൽ ചെയ്യുന്നതല്ല 5-ാമത്തെ പടി. പരിപൂർണ സത്യസന്ധമായിട്ട് എൻ്റെ തെറ്റുകളെ തിരിച്ചറിയുകയും ആ തെറ്റുകളെ തിരുത്താനുള്ള തയ്യാറെടുപ്പിൻ്റെ ആദ്യ പടിയാണ്. തെറ്റുകളെ തിരിച്ചറിയുന്നു, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ്. അപ്പം നീണ്ടതും മുന്നോട്ട് നിൽക്കുന്നതുമായ തുടർച്ചയായ പ്രയത്നങ്ങൾ ഇതിനായിട്ട് ആവശ്യമാണ്. ഒരു കാര്യത്തിൽ ഉറച്ച തീരുമാനങ്ങൾ നിൽക്കാൻ പറ്റായ്മ, കാര്യങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നടപ്പിലാക്കാൻ പറ്റായ്മ, അവനവൻ്റെ പെരുമാറ്റ വൈകല്യങ്ങളും ദൂഷ്യങ്ങളും ഒക്കെ അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുന്ന മദ്യാസക്തൻ. അതിനെയൊക്കെ ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ എന്താണ്? തനിക്കൊരു കുഴപ്പമുണ്ട്, ആ കുഴപ്പത്തെ ശരിയാക്കണം എന്നുണ്ടെങ്കിൽ ഇതൊരു തുടക്കമാണ്. ആദ്യത്തെ ഒരു വളരെ വലിയ ഒരു തുടക്കം തന്നെയാണ്. കേവലം ഒരു അനുഷ്ഠാനം എന്ന രീതിയിൽ എന്തെങ്കിലും പറയലല്ല എന്ന ബോധ്യം, പറയേണ്ടത് ആരോടാണ് എന്ന ബോധ്യം, എങ്ങനെ ആയിരിക്കണം, എന്താണ് ഇതിൻ്റെ ലക്ഷ്യം, എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ള കാഴ്ചപ്പാട്, വെറുതെ അങ്ങോട്ട് ചെയ്യല്ല. എനിക്ക് അത് മാറാനുള്ള ആഗ്രഹമുണ്ട്, അത്തരത്തിൽ നിന്നുള്ള മാറ്റങ്ങൾ ഉണ്ടാകണം എന്നുള്ള ബോധ്യം. അപ്പോൾ എന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളെന്നുള്ളേക്ക് ഞാനൊക്കെ അത് മദ്യാസക്തരായ ആളുകളുമായിട്ട് തന്നെയാണ് ചെയ്തത്. കാരണം അവിടെയാണ് എൻ്റെ അതേ അനുഭവങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ആ രീതിയിലേക്കുള്ള മാറ്റം നമ്മളുടെ തയ്യാറെടുപ്പാണ്. അപ്പോൾ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഒരു മദ്യാസക്തനിലൂടെ നമുക്ക് മാറ്റമുണ്ടാക്കാനായിട്ട്, അതിൽ പ്രധാനമായിട്ടും എന്തിനാണ് വെളിപ്പെടുത്തുന്നതെന്നുള്ള ബോധ്യം ഉണ്ടാവണം. ആരോടാണ് വെളിപ്പെടുത്തുന്നത്, ഇത് എന്തിന് നിൽക്കുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുണ്ടാവണം. അതൊരു തരത്തിലും ബാധിക്കാത്ത ഒരാളോടായിരിക്കണം ഞാൻ പറയുന്നത്. മാത്രമല്ല ആ പറച്ചിൽ കൊണ്ട് എനിക്ക് മാറ്റം ഉണ്ടാവണം. അതിനാണ് ഞാൻ സത്യസന്ധത എടുക്കുന്നത്. എന്നിട്ട് അതിൽ നിന്ന് ആ ഒരു തിരിച്ചറിവിൽ നിന്ന് പുതിയ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് പറയുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോവുക എന്ന
രീതിയായിരുന്നു. വലിയ മാറ്റമാണ് ശരിക്കും പറഞ്ഞാൽ. ആ വീട് വൃത്തിയാക്കുന്ന പ്രക്രിയകളിലൂടെ സത്യസന്ധത പുലർത്തിയിട്ട് ആ തുറന്ന പറച്ചിലുകളിലൂടെ മാറ്റത്തിനുള്ള വിധേയത്വം ഉണ്ടാവുന്നു. ഒരിക്കലും ചെയ്യാൻ സാധിക്കാത്ത പല കാര്യങ്ങളും പിന്നീട് തുടർച്ചയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. പിന്നെ അത് ഒരു ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നല്ല എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഓരോ ദിവസവും ഈ കാര്യങ്ങൾ കടന്നു വരുമ്പോൾ ഇന്നത്തെ ദിവസം എന്നെ ജീവിപ്പിക്കുന്നതിൽ നിന്ന് തടയുന്ന ഓരോ പ്രശ്നങ്ങളുടെ കാര്യത്തിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഈ ഒരു ഏറ്റുപറച്ചിലുകൾ, സത്യസന്ധത, ഓരോ പ്രശ്നത്തിലും ഈ സത്യസന്ധത കടന്നു വരേണ്ടതുണ്ട്. ഞാൻ എന്നെ പരിശോധിക്കണം, എൻ്റെ ആത്മാപരിശോധന ഉണ്ടാവണം, മറ്റുള്ള ആളുകളെ എല്ലാം അതിലെവിടെയാണ് ഞാൻ തെറ്റുകാരനായത് എന്നുള്ള തിരിച്ചറിവുണ്ടാവണം. അതിൽ ആ പറച്ചിലുകളിലൂടെ പിന്നീട് അത് ആവർത്തിക്കാതിരിക്കാനും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടാവണമെന്ന കൃത്യമായ ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ. നമുക്ക് ഒരുമിച്ചുകൊണ്ട് ഏവരും തത്വങ്ങളോട് മുന്നോട്ട് പോകാം. ശുഭദിനം, സുപ്രഭാതം.